സഹായിക്കുന്ന ഏവരുടെയും കുടുംബത്തിനകത്ത് ഐശ്വര്യം പ്രദാനം ചെയ്ത് ഞാൻ പിന്നെ വയനാട് നിലനിന്ന പോലെ ഇപ്പോഴത്തെ സമയത്തെങ്കിൽ എൻ്റെ മടപ്രസ്ഥാനം മാറ്റി ഞങ്ങൾ കൈയെടുക്കട്ടോ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയങ്ങാടി റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്താണ്. അതായത് ഈ ഒരു മുത്തപ്പൻ ക്ഷേത്രത്തിന് ഒരു കഥയുണ്ട്. മുൻപ്, അതായത് ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സ്റ്റേഷൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ടൊരു കഥയാണത്. ഇവിടെ മദ്രാശിയിൽ നിന്നും എത്തിയ ഇന്നത്തെ ചെന്നൈ, അതായത് അന്നത്തെ മദ്രാശിയിൽ നിന്നും എത്തിയ റെയിൽവേയുടെ ചില സാധനങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറക്കി വെക്കുകയും റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ അത് മോഷണം പോവുകയായിരുന്നു. അപ്പോൾ അന്നത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഒരു നേർച്ച നേരുകയായിരുന്നു. ഈ മുത്തപ്പൻ അതായത് ഈ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാം എന്നൊക്കെ രീതിയിലുള്ള ഒരു നേർച്ച നേരുകയും ചെയ്തു. ആ നേർച്ചയുടെ ഭാഗമായി, ആ നേർന്നതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസത്തിന് ശേഷം കാഞ്ഞങ്ങാട് ബേക്കലിൽ വെച്ച് ഈ മോഷണം പോയ സാധനം ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു നേർച്ച നേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അദ്ദേഹം ആ ഒരു ഉത്സവം കഴിപ്പിച്ചത്. തുടർന്ന് മുത്തപ്പൻ്റെ ഒരു ആവശ്യമായിരുന്നു, ഇവിടെ ഒരു ആരൂഢം വേണം. ആരൂഢം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് തന്നെയാണ്. അപ്പോൾ അത് വേണമെന്ന് മുത്തപ്പൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചത്. ഏതായാലും ഈ ഒരു ക്ഷേത്രവും ഈ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുമായുള്ള ബന്ധത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചത്. കഥ എന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റുന്ന കഥയെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 25 കൊല്ലത്തിന് ശേഷം പിന്നെ ഓരോ ആൾ ഇങ്ങനെ അവിടെ നടത്തിക്കും. ഞാനവിടെ ഒരു നടത്തിപ്പുകാരനാണ്, അല്ല റെയിൽവേൻ്റെ ഇതാണ്, അമ്പലമാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്ത് സംഗതിയും അവിടെ മുത്തപ്പൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തും നമ്മളവിടെ പുറത്തുനിന്ന് കളിക്കുന്നവരോ അല്ല ആക്കുന്നവരോ മുത്തപ്പൻ്റെ അടുക്ക കളിക്കാനും പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പൈൻകുറ്റി വെച്ച് കൊടുക്കുന്നു മടയം വേറെയുണ്ട്, ഇതിൻ്റെ ശരിയായ കർമ്മം ചെയ്യുന്ന ആൾ. അപ്പോൾ അയാൾ വളരെ ദൂരെയാണ്. അയാൾ എന്തെങ്കിലും മുത്തപ്പനുണ്ടെങ്കിൽ വരും, ബാക്കിയില്ല ആഴ്ചക്കില്ല പൈൻകുറ്റി ഞാൻ വെച്ച് കൊടുക്കും ആക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് ഭക്തന്മാർ വന്നാൽ അതിൻ്റെ പ്രസാദം കൊടുക്കും. അതിൻ്റെ ബാക്കി ഇല്ല, ഇതെല്ലാം റെയിൽവേ എൻ്റെ ഇതാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അത് പഴയ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല കാലിച്ച് അവർക്കെന്തോ ഒരു അനുഭവം ഉണ്ടായിട്ട് മുത്തപ്പനെ വിളിച്ച് മുത്തപ്പൻ അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് ഇതാക്കി. അങ്ങനെയാണ് മുത്തപ്പൻ തന്നെ പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ആരൂഢം വേണം. അങ്ങനെയാണ് അവർ സ്റ്റേഷൻ മാസ്റ്ററും ആളെല്ലാം കൂടിയിട്ട് ഒരു മുത്തപ്പൻ്റെ അമ്പലം അവിടെ ഉണ്ടാക്കിയത്. കളവ് പോയി, ആ റെയിൽവേൻ്റെ എന്തോ ഒരു കളവ് പോയി. അതിൻ്റെ പിറ്റേന്ന് സാധനം കിട്ടി. ആ കിട്ടിയതിന് ശേഷം മുത്തപ്പൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ആരൂഢം ഉണ്ടാക്കണം. അങ്ങനെ ശേഷം അമ്പലമാണ്, അതാണ് മുത്തപ്പൻ ആരൂഢം എന്നാണ് പറയുക. അപ്പോൾ ആ അമ്പലം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും ആളും സ്റ്റാഫെല്ലാം കൂടിയിട്ട് ഒരു അമ്പലം എടുത്തതിന് ശേഷം അതൊരു 10-25 കൊല്ലം മനസ്സിൽ അതൊരു കാലപ്പഴക്കമായതിന് ശേഷം അവർ നമ്മൾ ഈ സ്വർണ്ണ പ്രശ്നം വെച്ചാലും പറഞ്ഞു ഈ അമ്പലം കുറേ പഴക്കമായിനി, അപ്പോൾ ഇത് ജീർണിച്ചിന്, അപ്പോൾ ഈ അമ്പലം പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞു. പൊളിച്ചെടുക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കാന്ന്, ചെറിയ പൈസയൊന്നും പോരാ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണം. അങ്ങനെ ആടിയിലെ ചെറിയ തുച്ഛമായ പൈസയും നാട്ടിലെ ആളെ പൈസയും ഇത് പിരിവെല്ലാം എടുത്തിട്ടാണ് രണ്ടാമത് ഈ അമ്പലം പൊളിച്ചെടുത്ത് കുറേ കൊല്ലായിനി അത് പിന്നെ ഉപയോഗിക്കും. അതിൻ്റെ നടപ്പന്തലും ഇതെല്ലാം ആക്കിയിട്ട് കടം പണിച്ചിട്ടും ലോൺ എടുത്തിട്ടും ആക്കിയിട്ടും അത് എല്ലാം വീടി. അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊല്ലത്തിൽ ഇല്ല ഉത്സവം നടത്തും. ആടെ ഇല്ല പൈസ എടുത്ത് ആക്കും, ബാക്കിയില്ല വെച്ചാൽ പിരിവെടുക്കും. നട്ട് നനച്ചിരിക്കുന്ന പടാവൃക്ഷം തന്നെയാണല്ലോ ഞങ്ങൾ ഇവിടെ ഈ വൃക്ഷത്തിനകത്ത് അത്ര ആധാരമായിട്ട് മഹോത്സവമാടൊക്കെ വണ്ണം പൂർണ്ണബന്ധ കയ്യെടുത്തു. വണ്ണം മോചനം വേണ്ടേ? മോചനം കഴിച്ചതിന് ശേഷം കാര്യങ്ങൾ വിശേഷിക്കാം. മരവും മനോഭാവത്തെ കാര്യങ്ങൾ ഇരിക്കാം, അനുഭവിക്കണ്ടേ? പൈസ ഒന്നും റെയിൽവേ തരില്ല. അവർ ചില മാഷന്മാർ അല്ല എന്താണെന്ന് വെച്ചാൽ അതിൽ സഹകരിക്കും. പൈസ അവർ സാമ്പത്തികമായിട്ട് പിരിവെടുക്കും.
പിന്നെ പുറത്തുള്ള പിരിവ് കിട്ടുന്നത് അതെടുക്കും. മറ്റേ റെയിൽവേ ഒരു നയാ പൈസ റെയിൽവേൻ്റെ സ്ഥലം അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സഹകരിച്ചിട്ട് ചെയ്തുള്ള ഉത്സവം. അതിന് ചെറിയ ചെറിയ പൈസയും പോരാ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പോണ ഉത്സവം കഴിക്കണമെങ്കിൽ അതിൻ്റെ ഭക്ഷണവും കാര്യവും. ഈ വർഷാവർഷം ഈ ഉത്സവം നടത്തുന്ന സമയത്ത് ഈ മുത്തപ്പൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ പോയി പണ്ടേ ഒരു ഐതിഹ്യമുണ്ട്. ഈ കളവ് പോയ സമയത്ത് ഈ പിന്നെ അന്നേരം റെയിൽവേ സ്റ്റേഷനായിട്ട് മുത്തപ്പൻ ഈ അമ്പലത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് അവർക്ക് ഒരു അനുഗ്രഹം കൊടുക്കും. ആടെയില്ല സ്റ്റാഫുമാർക്ക് അത് ആടത്തില്ല ദക്ഷിണയും കൊടുത്ത് ആടത്തില്ല വീത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് അതും കൊടുത്തിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് കൊടുത്തിട്ട് പോക്കാണ്. ഈ സ്റ്റേഷനിൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോക്ക് മറ്റ് ഒരു സ്റ്റേഷനിലും ഇല്ല. കണ്ണൂരുണ്ടോയെന്ന് പറയാൻ പറ്റില്ല, കണ്ണൂരില്ല. അപ്പോൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മളത് ഉത്സവത്തിന് 15-ാം തീയതി കഴിക്കുന്നതിന് മുമ്പിൽ ലാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പിൽ സ്റ്റേഷനിൽ പോയി അവിടെ അനുഗ്രഹം ഇല്ല സ്റ്റാഫുമാർക്കും മാഷന്മാർക്കും അനുഗ്രഹം കൊടുത്തിട്ട് യാത്രക്കാർക്കും പ്രധാനപ്പെട്ട അവർ സ്റ്റാഫുമാരാണ് സ്റ്റേഷൻ മാഷും അവർക്ക് അനുഗ്രഹം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എന്നാലേ അത് പൂർത്തിയായിരിക്കുമല്ലോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തുള്ള മുത്തപ്പക്ഷേത്രം, അതായത് നമ്മുടെ കണ്ണൂർ മുത്തപ്പക്ഷേത്രമുണ്ട്, ഇപ്പം പഴയങ്ങാടിയുണ്ട്, കോഴിക്കോട് വെസ്റ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട് റെയിൽവേയുടെ ഭൂമിയിൽ തന്നെ. അപ്പോൾ അതൊക്കെ പൊളിക്കണം എന്ന് വെച്ചാൽ അത് പൊളിക്കാൻ അപ്പോൾ നോക്കുമ്പോൾ റെയിൽവേ അത് ഓരോ ഉദ്യോഗസ്ഥന്മാർ വരുന്നു, അങ്ങനെ ഓരോ നിയമം വരുമ്പോൾ അത് അവരെങ്ങനെ പൊളിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അത് പൊളിക്കാൻ ഇപ്പോൾ എത്ര വർഷങ്ങളായി ഇത് ഒരു റെയിൽവേ ആയിട്ട് ഒരു ബന്ധുവില്ല ഇതാണിത് ഈ ദേവൻ. അപ്പോൾ എല്ലാ സ്റ്റേഷനിലും മിക്ക സ്റ്റേഷനിലും മംഗലാപുരം വരെ ഉണ്ട് ഇത്, ഷൊർണൂർ മുതൽ മംഗലാപുരം വരെയുണ്ട്. അതിപ്പം ഒരു ഉദ്യോഗസ്ഥന്മാർ വന്ന് പൊളിക്കണം, അത് മറ്റേതങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ പൊളിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇത് പൊളിക്കാണ്ട് നിർത്തിയത്. മുമ്പിലെ 2-3 കൊല്ലം മുമ്പിലെ ഓർഡർ വന്നിട്ട് ഇതല്ല നമ്മളെ പഴയങ്ങാടി മാത്രമല്ല മിക്ക സ്റ്റേഷനിലും കണ്ണൂർ ജില്ലയിൽ അങ്ങനെ മുതൽ എല്ലാ ജില്ലയിലും പൊളിക്കണം ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് സ്റ്റോപ്പാക്കി. അത് റെയിൽവേ അവർ ഇതാക്കിയത് തന്നെ റെയിൽവേ മന്ത്രിക്കും മറ്റേ ഇതെല്ലാം മെമ്മോറണ്ടെല്ലാം കൊടുത്തിട്ട് അത് സ്റ്റോപ്പാക്കിയിട്ടേ ഇല്ലതിപ്പോൾ. അതിനുശേഷം അതിനെപ്പറ്റി ഒന്നും ഒരു വിവരവും അങ്ങനത്തെ ഒന്നുമില്ല. അനുഗ്രഹം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഭക്തന്മാർക്കും ജനങ്ങൾക്കും ആർക്കും എല്ലാവർക്കും നടത്തിക്കും. ഇനി എല്ലാവർക്കും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. മുത്തപ്പനോട് കളിച്ചാൽ ആരും പിന്നെ മുത്തപ്പൻ തന്നെ പറഞ്ഞത് വന്നാളെ മടക്കും വേണ്ട പോന്നാളെ വിളിക്കും വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ മുത്തപ്പൻ ഒരു പരിധിവരെ ക്ഷമിക്കുന്നതാണ്, പരിധി കഴിഞ്ഞാൽ മൂപ്പർ ക്ഷമിക്കൂല. അതിൻ്റെ ഐതിഹ്യം തന്നെ അങ്ങനെയാണ്. മറ്റുള്ള ദേവന്മാരും ദേവിയുടെ മാതിരിയല്ല മുത്തപ്പൻ. അപ്പോൾ ആ സംഗതിയാണ് ഏറ്റവും. അപ്പോൾ ആരും മുത്തപ്പനോട് കളിക്കൂല. അപ്പം ചില ആളുകൾക്കും മുത്തപ്പൻ്റെ കള്ളു കുടിക്കുന്ന ആളല്ലേ, നമുക്കും കള്ളു കുടിച്ചുകൂടെ. ഇപ്പം മുത്തപ്പൻ്റെ പ്രസാദ കള്ളു കുടിച്ചിട്ട് നമ്മളവിടെ ഒരു കർമ്മം ചെയ്യാനോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനോ ആക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്താലേ മുത്തപ്പൻ വിടുവില്ല, തൽക്കാലം വിടും. പിന്നെ അതിൻ്റെ കണക്കായി ശിക്ഷ കൊടുക്കുകയും ചെയ്യും മുപ്പർ. കണ്ടിടത്തോളം നമ്മളെ അനുഭവം എങ്ങനെയാണ്. ദൃഷ്ടി എത്തുന്നില്ല കാണുന്നുണ്ടെങ്കിലേ ഇതിലൊഴിക്ക്